ഈ പത്തനംതിട്ടയിലേക്ക് ഈ ജില്ലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നു. കുറുമ്പൻമൊഴി ക്രോസ് വേ മുങ്ങിയെന്നാണ് റിപ്പോർട്ട്. 250ഓളം കുടുംബങ്ങൾക്ക് നാറാണൻമൊഴി പഞ്ചായത്തിൽ നിന്ന് വെച്ചൂച്ചിറയിലേക്ക് എത്താൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴെന്ന് പറയുന്നു. നമ്മുടെ ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുന്നു. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നാൽ ഏറ്റവും ആദ്യം മുങ്ങുന്നൊരു പ്രദേശത്താണ് നമ്മളുള്ളത്. അത് കുറുമ്പൻമൊഴി കോസ്വേ ആണ്. ആ കോസ്വേയുടെ ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെക്കുന്നത്. ശക്തമായ മഴ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ചില മരക്കഷ്ണങ്ങളടക്കം ഒഴുകി വരുന്നത്, അതായത് കാട്ടിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പത്തനംതിട്ടയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതിനൊരു തെളിവാണ് പമ്പാ നദിയിൽ ഇത്തരത്തിൽ ജലനിരപ്പ് പൂർണ്ണമായി ഉയരുന്നത്. ഇത് എല്ലാ മേഖലയിലേക്കും, കോഴഞ്ചേരി ആയിക്കോട്ടെ, ആറന്മുള ആയിക്കോട്ടെ, ആ മേഖലകളിലൊക്കെ തന്നെ പമ്പാ നദിയിൽ ഇപ്പോൾ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഈ കോസ്വേ പൂർണ്ണമായി മുങ്ങിയിരിക്കുകയാണ്. നാറാണമൊഴി അതുപോലെ തന്നെ വെച്ചൂച്ചിറ രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാണ്ട് 250ഓളം കുടുംബങ്ങൾ ഈ മേഖലയിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് തൊട്ടപ്പുറത്ത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് മറ്റൊരു റോഡ് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ ഇപ്പോഴും ഇങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ ഈ പഞ്ചായത്തുകൾ, നാറാണമൊഴി പഞ്ചായത്തിൽ നിന്ന് വെച്ചൂച്ചിറയിലേക്ക് അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ സ്വാഭാവികമായി ഇനിയും ചുറ്റേണ്ടി വരും. ഈ ഒരു വെള്ളം ഇറങ്ങി പോകാതെ ഈ വഴിയിലൂടെ കടന്ന് വരേണ്ടി വരും. നമ്മുടെ ഒപ്പം ഈ പ്രദേശവാസിയായ അലി കൂടി ചേരുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ സ്ഥിരം മുങ്ങുന്നൊരു പ്രദേശം തന്നെയാണ്. ഇതുകൂടെ ഒരു പാലത്തിൻ്റെ സർവേ ഒക്കെ ഉണ്ടായിരുന്നില്ലേ മുൻപ്? ഇതൊരു കോസ്വേ ആണുള്ളത്. ഇനി തൊട്ട് താഴെയായിട്ടൊരു പാലത്തിന് സർവേ വന്നിട്ടുണ്ടായിരുന്നു. അത് 2-3 പ്രാവശ്യം സർവേ നടത്തിപ്പോയി. അപ്പോൾ ഫണ്ടില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി വെച്ചില്ല. അപ്പോഴേ അക്കരെ ഇവർക്ക് ഇത് കൂടെയാണ് റോഡ് കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ വഴി. പെരുന്തേനരുവി ഡാമിൻ്റെ മുകളിൽ കൂടെ ഒരു ചെറിയ റോഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കൂടെ കാര്യമായ രീതിയിലൊന്നും വലിയ വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ബസ്സുകളൊന്നുമില്ല, വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ബസ് നടന്നേ പോകാൻ പറ്റും. നടന്നല്ല, ഓട്ടോറിക്ഷ കാറുകളൊക്കെ പോകുന്നുണ്ട്. റോഡിന് വീതി കുറവായതുകൊണ്ട് സൈഡ് കൊടുക്കാനൊക്കെ പാടാം. എന്നാലും ഈ ശബരിമല വനമായി കാണുന്നത്, ഈ വനത്തിനടുത്തൂടെ സൈഡിൽ കൂടെ റോഡുണ്ട്. കുരുമ്പമൂഴി, ഇപ്പം നേരത്തെ കുരുമൂഴി കോളനി എന്ന് പറഞ്ഞിട്ട് ഇപ്പം കുരുമൂഴി ആളുകൾ താമസിക്കുന്നുണ്ട് അവിടെ. 200-250 കുടുംബക്കാരുണ്ട് താമസത്തിന്. പാലമാണ് ആവശ്യം. പാലം ആവശ്യമുണ്ട്. എല്ലാവരും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സർവേകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം കിട്ടുമെന്ന് നാട്ടുകാർ പ്രതീക്ഷയുണ്ട്. കുരുമ്പമൂഴി, മണക്കായും 2 കോളനിയായിട്ട് ഇവിടെ കിടക്കുന്നു. 2 കോളനികളാണ്. ഏതാണ്ട് ഒറ്റപ്പെട്ടു എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ അവർക്ക് കിലോമീറ്ററോളം ചുറ്റണം ആ പ്രദേശമാണ്. എന്നാലും പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പത്തനംതിട്ടയുടെ വിവിധ മേഖലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. നാളെ കാര്യമായ രീതിയിലുള്ള അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ പത്തനംതിട്ടയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കാര്യമായ രീതിയിലുള്ള മറ്റ് പ്രശ്നങ്ങൾ, നാശനഷ്ടങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇന്നലെ കുറേ മരങ്ങളൊക്കെ വീണിരുന്നു, കുറേ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. പക്ഷേ ഇന്ന് കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ആശ്വാസകരമാണ്. എന്തായാലും സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.